നമസ്കാരം സുഹൃത്തുക്കളെ, കുറെ അധികമായല്ലേ? ഏതായാലും നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 മാസെങ്കിലും ആയിട്ടുണ്ടാവും. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ബൈക്കിനെ കുറിച്ചേ അല്ല, തലമുറകളായി ഇന്ത്യക്കാരുടെ സിരകളിൽ ഓടുന്ന ഒരു വികാരത്തെ കുറിച്ചാണ്. അതെ, സാക്ഷാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350. പഴയ ആ ദുഗ്ദുഗ് ശബ്ദം മുതൽ ഇന്നത്തെ ഏറ്റവും പുതിയ ജെ സീരീസ് എഞ്ചിനിൽ വരെ എത്തി നിൽക്കുന്ന ക്ലാസിക്കിന്റെ യാത്ര ചെറുതേ അല്ല. പുതിയ ക്ലാസിക് 350 ഇറങ്ങിയപ്പോൾ റോയൽ എൻഫീൽഡ് ഇതിൽ എന്തൊക്കെ പുതുമകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള അത്ഭുതം അത് ഉണ്ടായിരുന്നു. പഴയ ബുള്ളറ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പോരായ്മകൾ? നമ്മൾ ബുള്ളറ്റിന്റെ കുറെ വീഡിയോ ചെയ്തതാണല്ലോ. അപ്പോൾ ക്ലാസിക് 350 വരുമ്പോൾ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസിക്കിന്റെ ഏത് വേരിയന്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. എന്തായാലും ഇതിന്റെ ഒരു ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, റോയൽ എൻഫീൽഡ് അവരുടെ ആ പഴയ വിന്റേജ് ലുക്ക് ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് പുതിയ ക്ലാസിക് 350യും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ റൗണ്ട് ഹെഡ് ലാമ്പും ടിയർ ഡ്രോപ്പ് ഡിസൈനിലുള്ള ഫ്യൂവൽ ടാങ്കും ടൈൽ ലാമ്പും എല്ലാം ആ പഴയ പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. എന്നാൽ മാറ്റങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യം കണ്ണിലുടക്കുന്നത് ഇതിന്റെ മീറ്റർ കൺസോൾ ആണ്. അനലോഗ് സ്പീഡോമീറ്ററിനൊപ്പം തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൽ ഫ്യൂവൽ ഗേജ്, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ഇക്കോ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം കാണാം. അതിനൊപ്പം തന്നെ ടോപ്പ് എൻഡ് മോഡലുകളിൽ ട്രിപ്പർ നാവിഗേഷൻ ആ ഒരു സിസ്റ്റവും വരുന്നുണ്ട്. ഗൂഗിളുമായി സഹകരിച്ച് നൽകുന്ന ഈ സംവിധാനം ദീർഘദൂര യാത്രകളിൽ വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും കുറെ കൂടി അപ്ഡേഷൻ ആ ഒരു രംഗത്തൊക്കെ ആവശ്യമാണ്. കൂടാതെ മെറ്റിയോർ 350യിൽ കണ്ടതുപോലെയുള്ള റോട്ടറി സ്വിച്ചുകളാണ് ഇപ്പോൾ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബുള്ളറ്റ് 350യിലും അത് തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പഴയ സ്വിച്ചുകളെ അപേക്ഷിച്ച് വളരെ പ്രീമിയം ഫീൽ ഇത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും USB ചാർജ് പോർട്ടും ഹാൻഡിൽ ബാറിൽ തന്നെ നൽകിയിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് എഞ്ചിൻ അല്ലെ. പഴയ UC എഞ്ചിനിൽ നിന്ന് മാറി ഏറ്റവും പുതിയ ജെ സീരീസ് 349cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് പുതിയ ക്ലാസിക്കിന്റെ ഹൃദയം. 20.2 bhp പവറും 27 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ പവർ കുറവാണെന്നാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്. ഞാൻ ഓടിച്ച് നോക്കിയ വേരിയന്റുകളിലും എനിക്ക് ആ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി? ഈ പവർ മതിയല്ലേ? പക്ഷെ പോരെന്നാണ് നമ്മുടെ ജെൻസി പിള്ളേർ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് പറയാമോ? വൈബ്രേഷൻ ആണ്. പഴയ ക്ലാസിക് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, 80 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോയാൽ മിററിലൂടെ ഇങ്ങനെ നോക്കിയാൽ പിന്നിൽ വരുന്ന വണ്ടികൾ പോലും കാണാൻ കഴിയാത്ത അത്രയും വൈബ്രേഷൻ ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ പുതിയ ക്ലാസിക്കിൽ വൈബ്രേഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. വളരെ സ്മൂത്തായ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ എഞ്ചിൻ നൽകുന്നത്. ഗിയർ ഷിഫ്റ്റിങ്ങും വളരെ കൃത്യമാണ്. എന്നാൽ പഴയ തനത് ബുള്ളറ്റ് ശബ്ദം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചില പഴയകാല ആരാധകർക്ക് തോന്നിയേക്കാം കേട്ടോ. എന്തായാലും മുൻപ് സിംഗിൾ ടോൺ ട്യൂബ് ഫ്രെയിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ മികച്ച സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പുതിയ ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഹാൻഡ്ലിംഗ് വളരെ എളുപ്പമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഈ വളവുകളിലേക്ക് വണ്ടി നല്ല കോൺഫിഡൻസോടെ ചായ്ക്കാൻ നമുക്ക് സാധിക്കും. കാട്ടുപാതകളിലൂടെയും ചുരം കയറുമ്പോഴും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് ഇഷ്ടം, ഹിൽ ഏരിയകളിലുള്ള റൈഡിങ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കിണ്ണക്കോര, ഊട്ടി, വാൽപ്പാറ സ്ഥിരം നമ്മുടെ റൈഡുകളാണ്. അപ്പോൾ അത്തരം റൈഡുകളിൽ ഇപ്പോഴുള്ള ഷാസി സംവിധാനം വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. ഈ സസ്പെൻഷന്റെ കാര്യത്തിൽ മുന്നിൽ 41 mm ആണ്. ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ട്വിൻ ട്യൂബ് ഷോക്ക് അബ്സോർബറുകളുമാണ് വരുന്നത്. സീറ്റുകളൊക്കെ നമുക്ക് പഴയതിനേക്കാൾ വീതി കൂടിയതും കുഷനിങ് അത്യാവശ്യം ഉള്ളതൊക്കെയാണ്. അപ്പോൾ റൈഡർക്കും പില്ലിനും ഒരു ദീർഘദൂര യാത്രയാണെങ്കിൽ വലിയ ആശ്വാസം തരുന്ന ഒരു സീറ്റിംഗ് ഒക്കെയാണ് നൽകുന്നത്. ബ്രേക്കിംഗിലേക്ക് വന്നാൽ മിക്ക വേരിയന്റുകളിലും ഡ്യുവൽ ചാനൽ ABS വരുന്നു എന്നുള്ളതാണ്. മുൻവശത്തെ 300 mm ഡിസ്കും പിന്നിൽ 270 mm ഡിസ്കുമാണ് ബ്രേക്കിംഗ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വേരിയന്റുകൾ ഏതൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ നിറങ്ങൾ എന്നൊക്കെ. ഇതിന്റെ ബേസ് മോഡൽ റെഡിച്ച് സീരീസിലാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABSും ഡ്രം ബ്രേക്കുമാണ് ഇതിൽ വരുന്നത്. ഗ്രേ അതേപോലെ റെഡ് എന്നിങ്ങനെ സിമ്പിൾ നിറങ്ങളിലാണ് ഈ റെഡിച്ച് സീരീസിൽ നമുക്ക് വാഹനം ലഭിക്കാം. പിന്നെ ഹൽസിയോൺ സീരീസിലാണ് അടുത്തതായി വരുന്നത്. പഴയകാല എൻഫീൽഡുകളെ ഓർമ്മിപ്പിക്കുന്ന നിറങ്ങളാണ് ഇതിൽ ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ നിറങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. ഡ്യുവൽ ചാനൽ ABS ഇതിൽ ലഭ്യമാണ്. ഓക്കെ,
അതേപോലെ സിഗ്നൽ സീരീസ്, ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയോടുള്ള ആദര സൂചകമായി ഇറക്കിയതാണ്. മാറ്റ് ഫിനിഷിലുള്ള മാർഷ് ഗ്രേ, ഡെസേർട്ട് സാൻഡ് നിറങ്ങളിലാണ് ഇത് വരുന്നത്. ഫ്യൂവൽ ടാങ്കിലെ ആ ബാഡ്ജിങ് ഇതിനൊരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നുമുണ്ട്. അടുത്തത് അലോയ് വീലുകളും ട്യൂബ്ലെസ് ടയറുകളുമായി വരുന്ന ഏക മോഡൽ ഡാർക്ക് സീരീസിലാണ്. സ്റ്റെൽത്ത് ബ്ലാക്ക്, ഗൺമെറ്റൽ ഗ്രേ എന്നിവയാണ് നിറങ്ങളായി വരുന്നത്. എഞ്ചിനും സൈലൻസറും എല്ലാം കറുപ്പിൽ പൊതിഞ്ഞ വളരെ അഗ്രസീവായ ലുക്കാണ് നൽകുന്നത്. അടുത്തത് ക്രോം സീരീസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ക്രോം ഫിനിഷിലുള്ള ടാങ്കും പ്രീമിയം ബാഡ്ജിങ്ങും വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. റെഡ്, ബ്രോൺസ് നിറങ്ങളിൽ ഇത് ലഭ്യമാണ്. റോഡിലൂടെ പോകുമ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രീമിയം ഫീൽ ഇതിനുണ്ട്. ഞാൻ നൽകിയിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സിൽ ഇത് ഓടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രോം സീരീസ് ആണ് ആ വാഹനം. എന്തായാലും എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവുകളും നെഗറ്റീവുകളും എല്ലാം തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ഗുണങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എഞ്ചിൻ റിഫൈൻമെന്റ് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു, വൈബ്രേഷൻ കുറഞ്ഞു അല്ലെ. രണ്ടാമതായിട്ട് ക്ലാസിക് ഡിസൈനും മെറ്റൽ ബോഡിയുടെ ആ ഒരു കരുത്തും മാറി മറിഞ്ഞു എന്നുള്ളതാണ്. റൈഡിംഗ് പൊസിഷനും മികച്ച സീറ്റുകളും വന്നു. മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചാലും നടുവേദനയോ ക്ഷീണമോ അനുഭവപ്പെടില്ല. ഞാൻ ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ 8 മണിക്കൂർ തുടർച്ചയായിട്ട് വാഹനം ഓടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ കിണ്ണക്കോരൈ, മഞ്ചൂർ, അതേപോലെ ഊട്ടി ഏരിയകളിലൊക്കെ. 4 മികച്ച റീസെയിൽ വാല്യൂ ആണ്. റീസെയിൽ വാല്യൂവിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നമുക്ക് റോയൽ എൻഫീൽഡിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി പോരായ്മകളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. 195 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. ട്രാഫിക്കിലും പാർക്കിങ്ങിലും പുതിയ റൈഡർമാർക്ക് ഈ ഭാരം വലിയൊരു വെല്ലുവിളിയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും LED ലൈറ്റുകൾ ഇല്ലാത്ത ഒരു വലിയ പോരായ്മയാണെന്ന് പറയാം. പക്ഷെ ക്ലാസിക്കിൽ ഇപ്പോൾ LED ലൈറ്റുകൾ വന്നിട്ടുണ്ട് അല്ലെ. അത് അത്തരം ലൈറ്റുകൾ ഉള്ള ഒരു വേരിയന്റുകൾ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും ഈ ആധുനികമായിട്ടുള്ള ഫീച്ചറുകളുടെ ഒരു കുറവ് ഇതിൽ വരുന്നുണ്ട്. ഫ്യൂവൽ ഗേജ് ഒക്കെ പലപ്പോഴും റീഡിംഗ് കാണിക്കാറില്ല തുടങ്ങിയ കംപ്ലൈന്റുകളൊക്കെ കേൾക്കാം. എന്തായാലും ആരാണ് ഈ വാഹനം വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ, സ്പീഡും അഗ്രസീവായ റൈഡിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ക്ലാസിക് 350 നിങ്ങൾക്കുള്ളതല്ല. മറിച്ച് വൈകുന്നേരങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ റൈഡിൽ ഇതേപോലെ റിലാക്സ് ചെയ്ത് 60-70 സ്പീഡിലൊക്കെ ക്രൂയിസ് ചെയ്തു പോകാൻ ഇങ്ങനെ താല്പര്യമുണ്ടോ എങ്കിൽ നമുക്കിത് നോക്കാവുന്നതാണ് അല്ലെ. അപ്പൊ ആ ക്ലാസിക് ഫീലും ആളുകളുടെ ശ്രദ്ധയും ആസ്വദിക്കുന്ന ആളാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ക്ലാസിക് 350 തിരഞ്ഞെടുക്കാം. ഓക്കെ. അപ്പോൾ ക്ലാസിക് 350യെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് വേരിയന്റ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതോ പഴയ ബുള്ളറ്റിന്റെ ആ തമ്പ് ശബ്ദമാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടുതൽ ഓട്ടോമോട്ടീവ് ട്രാവൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പല വിഷയങ്ങളും നമ്മൾ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ കീപ് റൈഡിംഗ് സേഫ്. ഗുഡ് ബൈ.